ഇപ്പൊ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ വൈഫിന് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് വെച്ചാൽ സന്തോഷമായിരിക്കാം, സങ്കടമായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ഈ സംസാരം ഒന്നും കേൾക്കാൻ ഹസ്ബൻഡിന് താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ അയാൾക്ക് ഫിസിക്കൽ ബോണ്ടിങ് ആവശ്യമാണ്. അപ്പോൾ അവിടെ അവളുടെ ശരീരം എന്തായാലും പ്രവർത്തിക്കില്ല. അപ്പോൾ ഈ ഇമോഷണൽ കണക്ഷൻ അങ്ങോട്ട് കട്ടാവും. നെക്സ്റ്റ് പോയിന്റ് റൊട്ടീൻ സെക്സ്, ഡെഡ് ഡിസയർ. മനസ്സ് ഒരേ രീതിയിൽ നടക്കുന്ന ഒരു ലൈംഗികതയാണെങ്കിൽ അവിടെ ഒരു നൊവാലിറ്റി നടക്കുന്നു. അതായത് ഒരു റിപ്പീറ്റേഷൻ, ഒരു ഇമോഷണൽ ഡെത്ത്. അതാണ് ആക്ച്വലി ഒരു ട്രൂത്ത്. ഒരു ദിവസം അവൾ കള്ളം പറഞ്ഞിട്ട് തിരിഞ്ഞു കിടക്കുകയാണ്, ഉറങ്ങുകയാണ് വെച്ചോളൂ. അത് ആക്ച്വലി വയ്യാത്തോണ്ടല്ല, അത് പ്രെഡിക്റ്റബിൾ ആണ്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അവൾക്ക് അറിയാം. അതിന്റെ പിന്നിലും ഇതുപോലൊരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ഇല്ലായ്മ നന്നായിട്ടുണ്ട്. അയാളുടെ ഫാന്റസി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അത് ഫുൾഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഫാന്റസി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. പക്ഷെ മിക്കവരും അത് പറയില്ല. അതൊരു പ്രശ്നമാണ്. നെക്സ്റ്റ് പോയിന്റ് പെർഫോമൻസ് ആങ്സൈറ്റിയാണ്. ഭർത്താവിന് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഷെയിം തോന്നും. ആ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഷെയിം തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്ത്രീക്ക് തോന്നുന്നത് എനിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നതാണ്. ഇത് ആക്ച്വലി ആ സ്ത്രീന്റെ കുഴപ്പമാണ് എന്നുള്ളത് ആ സ്ത്രീയും വിചാരിക്കും, ആ പുരുഷനും വിചാരിക്കും. എനിക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നീ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാണ്. അത് പുരുഷനും മനസ്സിലാവില്ല, അത് സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കാനും അറിയുന്നില്ല.